ഈ കാലയളവിൽ, അതായത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 24-ാമത്തെ വയസ്സിൽ സിനിമയിലേക്ക് തിരക്കഥ എഴുതാൻ വേണ്ടി 84-ലേക്ക് കടക്കുകയാണ്. അന്നേരം ഈ കാലയളവിൽ ജീവിതത്തിലൂടെ കടന്നുപോയ ചില വ്യക്തികളെക്കുറിച്ച് ഞാൻ ചോദിക്കാം. അവർ സാറിന് എങ്ങനെയായിരുന്നു? പക്ഷേ അടുക്കും ചിട്ടയാണ് ചിലപ്പോൾ തെറ്റിയെന്ന് പറയാം. ഇപ്പം പ്രേം നസീർ എന്ന അത്ഭുതം എന്ന് വേണം പറയാം. കാരണം ഒരു 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ നോവൽ സിനിമയാക്കാൻ പോകുന്നു. അപ്പം നിർമ്മാതാവ് പറയുന്നു, നിർമ്മാതാവ് അനുവാദം ചോദിക്കുന്നില്ല. നിർമ്മാതാവ് ഞാൻ എൻജിനീയറാണ് എന്ന് പറഞ്ഞപ്പോൾ നിർമ്മാതാവ് പറയുന്നു എൻജിനീയറാണ് അദ്ദേഹം, ശ്രീകുമാരൻ തമ്പി പയ്യനാണ്, സിനിമ ആർട്ടിസ്റ്റിൻ്റെ ലോഡ്ജിൽ താമസിക്കേണ്ട, അവരൊക്കെ കള്ളു കുടിക്കും, അതൊന്നും കാണണ്ട. അപ്പോൾ അത് നസീറിൻ്റെ റൂമിൽ ഒരു കട്ടിലും കൊണ്ട് അവിടെ താമസിക്കേണ്ടത് എന്ന് നായകൻ്റെ അനുവാദം വായിക്കാതെ പറയാൻ ധൈര്യമുള്ള പി സുബ്രഹ്മണ്യം മുതലാളിയാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്നത്. അദ്ദേഹം അനുവാദം പോലും ചോദിക്കാതെ എന്നെ കൂടെ താമസിപ്പിച്ചപ്പോൾ ഒരു എതിരും പറയാതെ എൻ്റെ സുഹൃത്തായി മാറിയ ആളാണ് പ്രേം നസീർ. ആ സൗഹൃദം എന്നും നിലനിന്നു. ഇടയ്ക്ക് പിന്നെ എൻ്റെ സ്വഭാവം കൊണ്ട് ചെറിയ അപ്രാത്യാസം, എൻ്റെ കുറ്റം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ല. എപ്പോഴെങ്കിലും ഒരു പിണക്കോ ഉണ്ടായിട്ടുണ്ട്? പിണക്കമല്ല, സുപ്രിയ പിക്ചേഴ്സിൻ്റെ ഹാരി പോത്തനും ഞാനും തമ്മിൽ അകൽച്ച ഉണ്ടായിരുന്നു. അകൽച്ച എങ്ങനെയെന്ന് പറഞ്ഞാൽ, ചന്ദ്രകാന്തം എന്ന എൻ്റെ ആദ്യ സിനിമയിൽ അപ്പോൾ എനിക്ക് 33 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചന്ദ്രകാന്തം ആദ്യ സിനിമയിൽ ആദ്യ ദിവസം തന്നെ ജയഭാരതിയുടെ എനിക്ക് അഭിപ്രായവ്യത്യാസം ഉണ്ടായി. കാരണം എനിക്ക് ഈ പാവാട ചേരുന്നില്ല, വേറെ പാവാട ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ജയഭാരതിക്കല്ല പാവാട തയ്ച്ചിരിക്കുന്നത്, രജനി എന്ന കഥാപാത്രത്തിൻ്റെ പാവാട തയ്ച്ചിരിക്കുന്നത്, രജനിക്ക് ഏത് പാവാട കൊടുക്കും ഞാൻ തീരുമാനിക്കും, സൗകര്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറഞ്ഞു. ആദ്യ ദിവസം ആദ്യത്തെ ഷോട്ട്. അങ്ങനെയൊന്നും സിനിമയെ പറയാൻ പാടില്ല. അത് പിന്നീട് ഞാൻ പഠിച്ചു. പക്ഷേ അപ്പോൾ പറയാം. അപ്പോൾ ജയഭാരതിയുടെ അന്നത്തെ ജയഭാരതി കാര്യങ്ങൾ നോക്കുന്ന ഹരിപോത്തനാണ്. ഹരിപോത്തൻ ജയഭാരതി ഇവിടെയാണ് താമസം. അപ്പോൾ രാത്രിയിൽ ബഹദൂർ എനിക്ക് ടെലിഫോൺ ചെയ്തു. ബഹദൂർ വിളിക്കാൻ ഞാൻ ഫോൺ എടുക്കുന്നു. 12 മണിയാണ്. ബഹദൂർ ഫോൺ എടുത്തിട്ട്, തമ്പി ഇങ്ങനത്തെ വൃത്തികൾ കാണിക്കുന്നു, നിങ്ങൾ ജയഭാരതിയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു, അത് വളരെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ബഹദൂർ പറഞ്ഞു. ബഹദൂർ നേരത്തെ എന്നോട് കുറച്ച് പരിഭവമുണ്ട്, വേറെ കാര്യങ്ങളുണ്ട്, അത് പറയുന്നില്ല, പറയാൻ പറ്റില്ല, അത് മോശമാണ്, പറയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഹരിപോത്തൻ ഫോൺ വരുന്നു. ബഹദൂർ ആണ് വിളിക്കുന്നത്. ഹരിപോത്തനെ കൊടുക്കുന്നു. ഹരിപോത്തൻ, നിൻ്റെ കൈ ഞാൻ വിട്ടു. അത് ശരി. ഞാൻ ആദ്യത്തെ ഭാഗം. അപ്പോൾ എനിക്ക് 33 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, 34 ആവറ്റില്ല. അപ്പോൾ എന്താ കാര്യം? എൻ്റെ ഭാര്യയെക്കുറിച്ച്, ജയഭാര്യയെക്കുറിച്ച് പറയും, എൻ്റെ ഭാര്യയെക്കുറിച്ച് വളരെ മോശമായിട്ട് എഴുതിയിരിക്കുന്നു, ഞാൻ നിൻ്റെ കൈ ഞാൻ വെട്ടിക്കളയും. ഞാനപ്പോൾ ധൈര്യമുണ്ടെന്ന് നീ വെട്ട, എപ്പോൾ വേണമെന്ന് വെട്ട. അതെ. പിറ്റേ ദിവസം രാവിലെ എനിക്കന്ന് കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്, തമ്പീസ് കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അതെ. 100-150 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിൽ, തമിഴരാ. അവർ നമുക്ക് വേണ്ടി മരിക്കും, അങ്ങനെയുള്ളവരാണ്. അപ്പോൾ അതിലൊരുത്തനെ വിളിച്ച ഒരു പെയിൻറ്റർ, അവന് ആരും എൻ്റെ വൈഫ് പറഞ്ഞിങ്ങനെ എന്തൊരു പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഏകാംബരൻ എന്നാണ് പേര്. അവൻ വന്നു, എന്താ സാർ പ്രശ്നം? 2 മണി നിങ്ങൾ ഓക്കെ പണ്ട് ക്ലോസ് പണ്ട് സാറിന് പറയും. ഞാൻ നമ്മളങ്ങനെ കൊല്ലാനും കൊല്ലിക്കാനും ഒരു സിനിമ വന്ന ആളല്ല. ഇങ്ങനെ മോശമായി പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം, എനിക്കൊരു സപ്പോർട്ട് വേണം, അത് ഞങ്ങൾ ഏറ്റു. അങ്ങനെ ഇയാൾ, ഞാൻ പറഞ്ഞു ന്യൂ ഇയർ ലാബിൽ ഞാൻ ഉണ്ടാകുന്നു. ന്യൂ ഇയർ ലബോറട്ടറി ഉണ്ട്, ന്യൂ ഇയർ അവിടെ ഉണ്ടാവും. നാളെ അവിടെ ഒന്ന് എൻ്റെ കൈവെട്ടിക്കൂ, ഞാൻ സമയം പറഞ്ഞു. അപ്പോൾ എൻ്റെ 3-4 തൊഴിലാളികൾ സൈക്കിൾ രക്ഷയിൽ അവിടെയായിട്ട് നിന്നിരുന്നു. ഇയാൾ കാറിലിറങ്ങി വന്ന് എൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അവൻ തല്ലും, കയ്യും കയ്യിൽ തല്ലി പിടിക്കും, ഉറപ്പാണ്, അവർ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വെയിറ്റ് ചെയ്തു. ഹരിപോത്ത വന്ന ഒരു അക്ഷരം മിണ്ടാതെ എൻ്റെ മുഖത്തുപോലും നോക്കാൻ കയറി അങ്ങ് പോയി. അത്രയേ ഉള്ളൂ, അതൊന്നും സംഭവിച്ചില്ല.